എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ സാധാരണ ചിക്കൻ കറിയെക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് പുരട്ടി വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ചിക്കൻ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര്. അപ്പോൾ 1 മണിക്കൂർ ആ ചിക്കൻ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കിടന്ന് ഈ ചിക്കൻ ഒരു 1/4 പരുവം ആയിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റത്തവണയായിട്ട് ചെയ്യണമെന്നില്ല, 2 തവണകളായിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഇട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒറ്റത്തവണയായിട്ടാണ് ചെയ്തത്. അപ്പം ചിക്കൻ ഈ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങും. ആ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുഴുവനങ്ങ് വേണമെന്നില്ല, പക്ഷേ ചെറുതായിട്ടൊരു 1/4 പരുവെങ്കിലും വെന്ത് കിട്ടണം. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന പാത്രം ഇരുമ്പിൻ്റെ ആയതുകൊണ്ടാണ് അതിൽ കുറച്ച് അടിയിൽ പിടിച്ചത്. പക്ഷേ അടിയിൽ പിടിക്കുന്നത് പിന്നെ നമ്മൾ കറിയാക്കുമ്പോൾ അത് ഇളകി വരും. അപ്പോൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വഴട്ടാം. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചത്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇത് ചതച്ച് തന്നെ ചേർക്കുക. പേസ്റ്റാക്കി ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ നന്നായിട്ട് ചതച്ചതും അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കനിൽ മുളക് പൊടി വളരെ കുറച്ച് മാത്രമോ അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. പൊടിയായിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ നിറാകുന്നത് വരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള ഇപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കറുത്ത കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചല്ല, പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പകരം നിങ്ങൾക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി അവസാനം നമ്മൾ ചേർക്കുന്ന ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ മസാലയും ഗ്രേവിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു നന്നായിട്ട് പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞാണ് അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കിടന്ന മസാലയിൽ കിടന്ന ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് കോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ ഈ വെള്ളവും ഈ മസാലയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ബാക്കി ഇനി ചിക്കൻ ഇതിൽ കിടന്നാണ് വേവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കളർ കണ്ടൊന്നും വിഷമിക്കേണ്ട. ഈ ഒരു ചിക്കന് നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. മുളക് പൊടിയെക്കാട്ടിലും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയല്ല ഈ ഒരു ചിക്കൻ എടുക്കുന്നത്. കുറച്ചൊരു സെമി ഗ്രേവി ടൈപ്പിലാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്